അരുൺ, അച്ഛൻ എന്ത് പ്ലാൻ ചെയ്താലും ഇന്നിനി നടക്കില്ല കേട്ടോ. ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം നടക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നല്ലൊരു ഉറക്കം. ഇരിക്കുന്നതിന് മുമ്പേ സുമയുടെ ഭക്ഷണത്തെ കുറിച്ച് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞല്ലേ. എനിവേ, നിങ്ങളുടെ വയറും മനസ്സും നിറഞ്ഞെന്ന് കേൾക്കുമ്പോ തന്നെ സന്തോഷം. സുമേച്ചിയുടെ ഭക്ഷണം ഒരു രക്ഷയില്ല. പക്ഷെ ഏറ്റവും സ്വീറ്റ് മൈഥിലി മാമിന്റെ പാട്ട് തന്നെയായിരുന്നു. എനിക്ക് പഠിക്കാനുണ്ട്. യാമി മാത്രമാണ് അല്പം മൂഡ് ഓഫ് പോലെ. ഏയ്, നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവൊന്നും വേണ്ട. പെൺകുട്ടികളുടെ വളർച്ചയ്ക്ക് പല ഘട്ടങ്ങളുണ്ട്. അത് ഈ പല സ്ഥലത്തും പല രീതിയിലാണ് പെരുമാറ്റം. അതിന് മൈഥിലി ആയാലും സ്നേഹയായാലും അങ്ങനെ തന്നെയാണ്, അല്ലേ മൈഥിലി? മനുഷ്യന്റെ മനസ്സ് പഠിക്കുന്നതിൽ താൻ എക്സ്പേർട്ടല്ലേ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇതിലെന്താ വിശേഷിച്ച് പറയാൻ? ഇവർക്ക് രണ്ടുപേർക്കും പ്രാക്ടിക്കൽ നോളജ് ഉള്ളതല്ലേ, അവർക്കതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവും. ഹലോ സാരംഗ്, where are you? ആ മായ, ഞാൻ വീട്ടിലാ. എനിക്ക് ഗസ്റ്റ് ഉണ്ട്. മൈഥിലിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അരുണും വൈഫും. അവരുടെ കല്യാണം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഓ, സാരംഗിന്റെ സംസാരം കേട്ടാൽ അറിയാം സ്വീകരണ പരിപാടി ഗംഭീരമായിട്ട് നടക്കുകയാണെന്ന്. ആയിത്തം എനിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? മായ, ഞാൻ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? നോ, ഒരു എമർജൻസി ഉണ്ട്. എനിക്ക് സാരംഗിനെ ഇപ്പൊ തന്നെ കാണണം. ഓക്കെ ദെൻ, ഞാൻ അതാ ഇറങ്ങുന്നു. ഒരു ഹാഫ് ആൻ അവറിൽ ഞാൻ എത്തും. ആ അരുൺ, എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണറാണ് വിളിച്ചത്, മായ മഹേശ്വരി. എനിക്ക് അത്യാവശ്യമായിട്ട് അവരൊന്ന് കാണണം. ഞാനൊന്ന് പോയി വരുന്നതിൽ വിരോധമില്ലല്ലോ. എന്ത് വിരോധം? ഞങ്ങളും ഇറങ്ങാന്ന് ചിന്തിക്കുമായിരുന്നു. ഏയ്, നോ 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 നോ, നമുക്കിനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. ഞാൻ പെട്ടെന്ന് തിരിച്ചെത്തോളൂ. ഞാൻ വന്നിട്ട് പോയാൽ മതി. അതല്ല സർ, അത്തരം ഒരു അഭിപ്രായത്തിന് ഞാൻ സ്വാതന്ത്ര്യം തരില്ല. ഞാനൊരു ഹാഫ് ആൻ അവർ പുറത്തു പോകുന്നു, തിരിച്ചു വരുന്നു, അത്ര തന്നെ. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് നിങ്ങളെ യാത്രയാക്കാം. ആ മൈഥിലി, എനിക്ക് പെട്ടെന്നൊന്ന് റെഡിയായേ പറ്റൂ. മാം, ഞങ്ങള് കാരണം പോകുന്ന കാര്യം അവിടെ വിട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നേ. തൽക്കാലം സാരംഗ് പറഞ്ഞ അനുസരിക്ക്. അതെ അങ്കിൾ, അച്ഛൻ കുറെ കാലത്തിന് ശേഷം എങ്ങനെ പെരുമാറുന്നു. അച്ഛനെ ഇങ്ങനെ കാണാൻ എനിക്ക് എന്തിഷ്ടമാണെന്ന് അറിയോ. അതുകൊണ്ട് നിങ്ങൾ കുറച്ചു നേരം കൂടെ ഇരിക്ക്. ഇതുകൂട്ടം പറഞ്ഞതുകൊണ്ട് ഓക്കെ. അച്ഛൻ തിരിച്ചെത്തിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. സർ, എന്താ മായ? വരൂ, പറയാം. സാരംഗ് അല്പം കൂടി സിൻസിയർ ആയിരിക്കും എന്നാ ഞാൻ കരുതിയത്. എന്തു പറ്റി എന്റെ സിൻസിയറിറ്റിക്ക്? വീട്ടിലിപ്പോ എന്താ നടക്കുന്നത്? ഓ, അത് അരുണിനും സ്നേഹിക്കും ഒരു വിരുന്ന്, മൈഥിലിയുടെ വക. നിങ്ങൾ അതിന് കാവൽ അല്ലേ? കൊള്ളാം. ഭാര്യയെ മറ്റൊരുത്തനുമായിട്ട് സംശയിക്കുക, ആ സംശയിക്കപ്പെടുന്നവന്റെ കൂടെ ഭാര്യയെ ഇരുത്തുന്നതിൽ ആനന്ദിക്കുക. നാണമില്ലേ സാരംഗ്? അത് മായ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. പിന്നെ എന്തർത്ഥം? വീട്ടിൽ വരുന്ന ഗസ്റ്റ് ആരായാലും പരിഗണന തുല്യമാണെങ്കിൽ ആ പരിഗണന എനിക്ക് കിട്ടിയില്ലല്ലോ. പിന്നെ എന്തേ സാരംഗ് മാത്രം അങ്ങനെ പെരുമാറുന്നു? മായ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? എനിക്കൊന്നും കേൾക്കണ്ട സാരംഗ്. നിങ്ങൾ വെറും ഒരു അടിമ മാത്രമാണ്. ഇപ്പോഴും മൈഥിലിയുടെ കാൽക്കൽ കിടക്കുന്ന വെറും ഒരു അടിമ. രഞ്ജിത്ത്, ഒന്ന് പുറത്തു നിൽക്കൂ. സോറി മാം. മൈഥിലി വിളിച്ചു വരുത്തിയ ഗസ്റ്റിനെ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കിയിട്ട് സാരംഗ് എന്റെ മുമ്പിൽ വന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിച്ചേനെ. പക്ഷെ ഇതൊരുമാതിരി. ഞാനിപ്പോ അങ്ങനെ നിന്ന് കൊടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. നിർത്തണം സാരംഗ്. തോൽക്കാൻ തുടങ്ങുന്ന എല്ലാവരും പറയും ഇതുപോലൊരു വീരകഥ. മൈഥിലിയിൽ നിന്നും എനിക്കേറ്റ അപമാനത്തിന്റെ മുറിവ് എന്റെ മനസ്സിൽ ഉണങ്ങാതെ കിടക്കുക. അപ്പോഴാ മറ്റൊരാൾക്ക് ചുവന്ന പരവതാനിയും വിരിച്ച് സാരംഗ് കാത്തിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും വേണ്ടാന്ന് തോന്നിപ്പോയി. മായ പ്ലീസ്, ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു വരാൻ എനിക്ക് അല്പം സമയം വേണം. അതുവരെ താനൊന്ന് ശ്രമിക്കേ. സാരംഗിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോ.
അതനുസരിച്ച് എന്റെ താല്പര്യങ്ങളും മാറി വരും. ആ, താൻ എവിടെ പോകുന്നു? ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ചിലപ്പോ എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സാരംഗ്, എനിക്കറിയില്ലായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ ടോക്കാണെന്ന്. അതുകൊണ്ടാണ് കയറി വന്നത്. ഇറ്റ്സ് ഓക്കെ, ഇരിക്കെ. സാരംഗ്, ഞാൻ തന്നെ പലപ്പോഴും കണ്ടിരിക്കുന്നത് തല ഉയർത്തിപ്പിടിച്ച ഒരാളായിട്ട്. തനിക്കിത് എന്ത് പറ്റി? തന്റെ ബിസിനസ് പാർട്ട്ണർ തന്റെ കാര്യങ്ങളിൽ ഇത്രയൊക്കെ പ്രതികരിക്കാമോ? രഞ്ജിത്ത്, ഓഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് കഷ്ടമാണ് സാരംഗ്. മൈഥിലിയോട് തനിക്കുള്ള വെറുപ്പ് അംഗീകരിച്ചാൽ തന്നെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? മൈഥിലിയുടെ അടിമയാണ് സാരംഗെന്ന് അവര് പറയുന്നത്. സത്യത്തിൽ സാരംഗ് അവരുടെ അടിമയാ. അതിന് നിനക്കെന്ത് വേണം? നോക്ക് രഞ്ജിത്ത്, എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെട്ട് കളയാന്നൊന്നും കരുതണ്ട. എനിക്ക് എന്റേതായ ചില പ്രൈവസികളുണ്ട്. അതിൽ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല. സോറി. മാനേജർ മാത്രമല്ല, സുഹൃത്തും കൂടിയാണെന്ന് പലപ്പോഴും താനാ എന്നെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇപ്പൊ ഈ നടക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എന്റെ മുന്നിൽ ഒരു ചോദ്യമില്ല. തെറ്റാണ്, തെറ്റ് മാത്രമാണ്. രഞ്ജിത്ത് ചെല്ല്. ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. ആഹാ, ഉവ്വ. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാസ്തവം തന്നെയാണല്ലോ അല്ലേ? അതോ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ ചുമ്മാ പറയുന്നതാണ്? ഓ, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. എന്തായാലും തിരിച്ചു പോരുന്നതുവരെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കാര്യങ്ങൾ. ഓ ശരി. എന്താ ഫാദർ? ഡോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അവിടെ സംഭവിച്ചിരിക്കുന്നത് നേരെ മറിച്ചാ. ദേ, സ്നേഹയും അരുണും വല്ലാത്തൊരു അത്ഭുതത്തിലാ. അത്രയും ഭംഗിയായിട്ടാ സാരംഗ് അവരോട് പെരുമാറുന്നത്. അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതല്ലേ രസം. ഇവരെ റിസീവ് ചെയ്യാൻ വേണ്ടി അയാൾ ഇന്ന് ഓഫീസിൽ പോലും പോയിട്ടില്ല. ഇപ്പതേ അയാൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയതാ. അയാൾ തിരിച്ചു വന്നിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് അവരോട് നിർബന്ധം പറഞ്ഞിരിക്കുക. അതെന്തിനായിരിക്കും? ആ, ഏതായാലും ഇത്രയും സമയം പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. തമ്പുരാൻ കർത്താവ് കാത്തു. ആ, താനിരിക്കെ. എന്നാലും ഫാദർ, ഇതെങ്ങനെ ഒരു തിരിച്ചുവരവ്? തന്റെ ചോദ്യത്തിന് അർത്ഥമില്ലാതില്ല. പക്ഷെ അവര് പറയുന്നത് കേട്ടാ മറിച്ച് ചിന്തിക്കാനോട്ട് പറ്റത്തുമില്ല. എടോ, അയാൾ അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. മൈഥിലിയെ കൊണ്ട് അവർക്ക് വേണ്ടി പാട്ട് പാടിച്ചു. സാരംഗോ? പിന്നല്ലാതെ. അതല്ലേ വിശ്വസിക്കാൻ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട്. ഇവരുടെ വിവാഹത്തോടെ കാര്യങ്ങളെല്ലാം ശരിയായെന്നാണോ ഞാൻ ചിന്തിക്കേണ്ടത്? അറിയില്ല. അങ്ങനെ അയാൾക്ക് തോന്നിയ അത് ഒരുപാട് പേരുടെ സങ്കടത്തിന് പരിഹാരമാകും. ദൈവം എന്തായാലും അയാൾക്ക് ആ തോന്നലുണ്ടാക്കട്ടെ. തോന്നും ഫാദർ. മൈഥിലിയെ പോലെ നല്ലൊരു സ്ത്രീ അയാളുടെ ഭാഗ്യമാണ്. ഇപ്പൊ എന്തോ അയാൾക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്തെങ്കിലും ആ തിരിച്ചറിവുണ്ടാവും. എടോ, ജീവിതം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതിനാ. ഒരു സജീവത ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ അതിര് കിടന്നാലാ കുഴപ്പം. എന്തായാലും ഫാദർ അവര് വന്നിട്ട് പോയാൽ മതി. ഈയിടോ, അതുവരെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്താടോ കാര്യം? നമുക്ക് സംസാരിക്കാലോ. ഓ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഈ അച്ഛൻ പട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഫാദർ എങ്ങനെയായിരുന്നു? എടോ രംഗനാഥ, എടോ, ഞാനൊക്കെ മനസ്സ് തുറന്ന കനപ്പെട്ടത് എന്തെങ്കിലും വീണ് കിട്ടുന്ന കരുതുന്ന കുറെ പേരുണ്ട്. പക്ഷെ താൻ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കണ്ട. എന്റെ ജീവിതം തുടക്കത്തിലെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിപ്പോഴും. സാർ ഇതുവരെ വന്നില്ലല്ലോ മാം. ആ, സാരിങ്ങിന്റെ കാര്യമല്ലേ? അവിടെ ചെന്നപ്പോ വേറെന്തെങ്കിലും പ്രോബ്ലം വന്നുകൂടാകില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കണോ? ഏയ് വേണ്ട സാർ. ഇത്രയും നന്നായിട്ട് ഞങ്ങളോട് പെരുമാറിയിട്ട് ഇനി ഒരു വിളിച്ചോദ്യം വേണ്ട. കുറച്ച് സമയം കൂടി നോക്കാം മാം. ഇല്ലെങ്കിൽ ഒന്ന് വിളിക്കാം, അല്ലേ അരുൺ? അല്ലെങ്കിൽ അങ്കിളും ആന്റി ഒന്ന് പോണ്ടെന്നേ. ഏയ്, അത് പറ്റില്ല. ഇത് കൂട്ടാ പോയേ പറ്റൂ.
നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം കുറച്ചു നേരം കളിക്കാന്ന് വിചാരിച്ചു. ഇവിടുത്തെ പ്രശ്നങ്ങളിൽ വല്ലാതെ വീർപ്പ് മുട്ടുന്നത് മോന. അവൻ പെട്ടെന്ന് ഒറ്റപ്പെട്ടതുപോലെയായി. അതിനെന്താ യദു? ആന്റി ഒരു കാര്യം ചെയ്യാം. ഇനി മുതൽ മോന് ക്ലാസ് ഇല്ലാത്ത ദിവസം ആന്റി വന്ന് മോനെ കൂട്ടിക്കൊണ്ടുപോവാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് വേണമെങ്കിലും ആവാലോ. മാം, ഞാൻ യാമി ഒന്ന് കണ്ടോട്ടെ? അതിനെന്തിനാ എന്റെ അനുവാദം ചോദിക്കുന്നത്? സ്നേഹിക്ക് പോയി കണ്ടൂടെ? വേണ്ട സ്നേഹ, അത് ശരിയാവില്ല. എന്റെ സ്വഭാവത്തിന് ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട്. യാമി മോളോട് സംസാരിച്ചു കഴിയുമ്പോ അത് മാറിപ്പോന്ന് കരുതിയിട്ടാണോ? പേടിക്കണ്ട, എനിക്കിനി ഒരു ചേഞ്ചും വരാനില്ല. എന്നാ പോയിട്ടോ. മാം, ശരിക്കു പറഞ്ഞാ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു സ്വപ്നലോകത്താണ്. ആ സ്വപ്നലോകം സൃഷ്ടിച്ച സാരംഗ് സാറാണ്. ഞങ്ങൾ ഈ കണ്ട സാറ് സിൻസിയറാണോ അതോ അഭിനയോ? എനിക്കും അറിയില്ല അരുൺ. ചിലപ്പോ പറയാറില്ലേ വല്ലാത്ത ശാന്തത കോളിളക്കത്തിന്റെ സൂചനയാണെന്ന്. ചിലപ്പോ അങ്ങനെയായിരിക്കാം. താനെന്താ എന്നോട് പിണക്കാണോ? ഞാൻ പിണങ്ങിയാലും ഇല്ലെങ്കിലും സ്നേഹാന്റിക്ക് എന്താ? സ്നേഹാന്റി ആഗ്രഹിച്ചതുപോലെല്ലാം നടന്നില്ലേ? എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. നമുക്ക് ചുറ്റും വേറെ ചില ആളുകളും ഉണ്ടല്ലോ നമ്മളെ നിർബന്ധിക്കാനും അനുസരിപ്പിക്കാനും ഒക്കെ. മുൻപ് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്ന. എന്ത് കാര്യത്തിനും തീരുമാനം എടുക്കാനുള്ള ചങ്കുറ്റുണ്ട്. ആരെയും തോൽപ്പിക്കുന്നൊക്കെ അല്ലേ? എല്ലാരും കൂടെ സ്നേഹാന്റിയെ പറ്റിക്ക. അതെന്താ മനസ്സിലാവാത്ത? അവസാനം നോക്കിക്കോ, സ്നേഹാന്റി കരയേണ്ടി വരും. അന്ന് ഞാൻ ചോദിക്കും ഇതിന്റെയൊക്കെ മറുപടി. യാമി മോള് പേടിക്കുന്ന പോലൊന്നും സംഭവിക്കില്ല. അരുണിനെ ഏതൊക്കെ കാര്യങ്ങളിൽ വിലക്കണമെന്ന് എനിക്കറിയാം. പിന്നെ ഒന്നും നടക്കില്ല. അന്ന് സ്നേഹാന്റിയെ കാണാൻ ഞാൻ വന്നില്ലേ? അതോർക്കുമ്പോ എനിക്കിപ്പോ നാണക്കേട് തോന്നാ. സ്നേഹാന്റി പൊക്കോ. ഇപ്പൊ നല്ല ഭാര്യയല്ലേ? എന്റെ അടുത്തിരിക്കുമ്പോ ചിലപ്പോ ഭർത്താവിന് പേടിയുണ്ടാവും. അരുണിന് അങ്ങനത്തെ പേടിയൊന്നുമില്ല. എന്നാലും പൊക്കോ. സംസാരിക്കാൻ എനിക്കും താല്പര്യമില്ല. ഒന്നൊന്നേ, ഇന്നിപ്പോ വരുന്നു കഴിഞ്ഞ് സന്തോഷമായിട്ട് പോവല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് അരുണങ്ങൾ പറഞ്ഞല്ലോ. ഇങ്ങോട്ട് വരണ്ട. അച്ഛൻ ഇപ്പൊ എന്താ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അച്ഛൻ ഇഷ്ടമല്ല നിങ്ങളെ രണ്ടാളെ. ഇനി പൊക്കോ. എന്തുപറ്റി സ്നേഹ? ഒന്നുമില്ല മാം. യാമി എന്തെങ്കിലും പറഞ്ഞോ? പോയതുപോലെ അല്ലല്ലോ തിരിച്ചു വന്നത്. എന്താടോ കാര്യം? ഒന്നുമില്ല അരുൺ. യാമിനോട് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇനി അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവരുതെന്ന് ഞാൻ യാമി മോളോട് പറയായിരുന്നു. നന്നായി. എന്നിട്ട് യാമി മോൾ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ആ കുട്ടിയുടെ മനസ്സിൽ ചിലത് പതിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് മായ്ക്കാൻ പറ്റാത്ത ചിലത്. മായില്ല. കാരണം അതൊക്കെ വരച്ചു കൊടുത്തത് അവളുടെ അച്ഛനാ. സാറ് വന്നിട്ട് അധിക നേരമായോ? ഞാൻ ഇത്രയും ദൂരം നടന്നാ വന്നത്. പക്ഷെ പറഞ്ഞ സമയം തെറ്റിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോറി സാർ, ഞാനൊരല്പം വൈകിപ്പോയി. ഒരു തവണ ഒരു സോറിയുടെ പിൻബലത്തില് ഒരു തെറ്റ് ചെയ്യാം. ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഇനി ആവർത്തിക്കില്ല സർ. എങ്ങനെയുണ്ട് സാരംഗും കുടുംബം, അവന്റെ ബിസിനസ്സും ഒക്കെ? എല്ലാം സാർ അറിയുന്നുണ്ടാവുമല്ലോ. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ മായ എന്ത് ചെയ്തു?
അതാണ് എന്റെ ചോദ്യം. ഓഫീസ് കാര്യങ്ങളില് ഞാൻ വളരെ പതുക്കെ ഇടപെടുന്നുള്ളൂ. സാരംഗിന് ഒരു സംശയവും കൊടുക്കരുതെന്ന് എന്നോട് സാറ് പറഞ്ഞിരുന്നല്ലോ. പിന്നെ കുടുംബത്തിന്റെ കാര്യമാണെങ്കിൽ സാരംഗിപ്പോ കൂടുതൽ സമയവും എന്നോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. അയാളുടെ വേദനകള് അയാൾ എന്നോട് തുറന്ന് സംസാരിക്കുന്നു. കൊള്ളാം. സാരംഗിന് ഇപ്പൊ ആവശ്യം അയാളുടെ മനസ്സ് തണുപ്പിക്കുന്ന ഒരു കൂട്ടാണ്. അത് നീയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, ഞാൻ കണ്ടിടത്തോളം വളരെ നല്ലൊരു സ്ത്രീയാണ് മൈഥിലി. അവളുടെ ചിന്തകളിൽ നിന്ന് ഒരു പുരുഷനെ പറിച്ചു മാറ്റണമെങ്കിൽ ബുദ്ധിമുട്ട് ചെറുതൊന്നും അല്ല. എനിക്കറിയാം. പക്ഷെ സാരംഗിനെ കുടുംബത്തിൽ നിന്നും പൂർണ്ണമായിട്ട് പറിച്ചെടുക്കാൻ നിനക്ക് സാധിക്കണം. സാരംഗ് നിന്റെ കയ്യിലെ ഒരു കളിപ്പാവ പോലെ ആയിരിക്കണം. നിന്റെ ചലനങ്ങൾക്കനുസരിച്ച് ആടാനും പാടാനും കഴിയുന്ന ഒരു മരപ്പാവ. സാരംഗ് നിന്റെ ഇടം കൈയിൽ ഭദ്രമായിരിക്കുന്നു ഉറപ്പ് വന്ന പിന്നെ തകർക്കേണ്ടത് അവന്റെ കമ്പനിയാ. അവന്റെ കമ്പനി എന്ന് പറഞ്ഞാ അവന്റെ ചിന്ത തന്നെയാ. ആ ചിന്തയ്ക്കാണ് മയക്കം വരുത്തേണ്ടത്. അവിടെയാണ് നിന്നെ കൊണ്ട് എനിക്കുള്ള ഉപയോഗം. കുട്ടിച്ചൻ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരല്പം കൂടുതൽ തിരിച്ചു തരാമെന്നൊരു കോൺഫിഡൻസ് ഇപ്പൊ എനിക്കുണ്ട്. നല്ലത്. ഇടയിലെപ്പോഴെങ്കിലും സാരംഗിനോട് വളരെ ആത്മാർത്ഥതയുള്ള ഒരു ബന്ധം ആഗ്രഹിച്ചു പോവോ മായാമഹേശ്വരി? ഒരിക്കലും ഇല്ല സർ. ഞാനൊരു വാടകക്കാരിയല്ലേ. കുട്ടിച്ചൻ തരുന്ന കൂലിക്ക് പണിയെടുക്കുന്ന ഒരാൾ. ഈ എളിമയൊക്കെ ഇപ്പോഴുണ്ടാവും, കുറച്ചു കഴിയുമ്പോൾ കാണണമെന്നില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വരുമ്പോ അതേ മനസ്സിനോട് ആവർത്തിച്ച് പറയണം, കുട്ടിച്ചൻ കുഴപ്പക്കാരനാണെന്ന്. ഇനി കുട്ടിച്ചൻ കുഴപ്പക്കാരനാണെന്നുള്ള കാര്യം സാരംഗിനോട് പറയണമെന്നെങ്ങാനും തോന്നിയ അത് കഴിഞ്ഞുള്ള നിമിഷം മായാമഹേശ്വരി ഉണ്ടാവില്ല. ഞാൻ ഒരു വാക്കും തെറ്റിക്കില്ല. ഞാൻ അറിഞ്ഞ കുട്ടിച്ചൻ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സാധാരണക്കാരനല്ല. അതിനേക്കാളും ഒക്കെ ഒരുപാട് വലിപ്പമുള്ള ഒരാളാ. ആ വലിപ്പത്തിനോട് മത്സരിക്കാനൊന്നും ഞാനില്ല. നന്നായി. സൃഷ്ടിച്ചവൻ തന്നെ സംഹരിച്ച പല കഥകളും പണ്ടുകാലം മുതൽ പ്രചാരത്തിലുണ്ട്. എനിക്കതിനുള്ള അവസരം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞല്ലോ, നന്നായി. പിന്നെ യാമിമോളെ മായാമഹേശ്വരിയുടെ കൂടെ വിടണമെന്ന് സാരംഗിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളത് ചെയ്യും. 5-6 ദിവസം നിന്റെ കൂടെ നിന്ന് തിരികെ വരുന്ന യാമിമോൾ മൈഥിലിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ മാറിയിട്ടുണ്ടാവണം. മനസ്സിലായോ? യാമി ഞാൻ പറഞ്ഞ എന്തു അനുസരിക്കും. എങ്കിലത് നിന്റെ മിടുക്കായി ഞാൻ എഴുതിക്കൂട്ടും. അതിനും ഉണ്ടാകും പ്രത്യേകം പണക്കിഴി. പിന്നെ നമ്മൾ തമ്മിലുള്ള ഈ കണ്ടുമുട്ടൽ ആരറിഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്കിപ്പോ പിരിയാം. ഒന്ന് ചോദിച്ചോട്ടെ കുട്ടിച്ച, മൈഥിലി ബുദ്ധിമതിയാണെന്ന് കുട്ടിച്ചൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരിക്കൽ മൈഥിലി കുട്ടിച്ചനെ തിരിച്ചറിയില്ലേ? കുട്ടിച്ചനിലെ യാഥാർത്ഥ്യം തിരിച്ചറിയില്ലേ? ചിലപ്പോ സംശയിക്കാം, ചിലപ്പോ കണ്ടെത്താം. അങ്ങനെ ഒരു പൊട്ടിത്തെറിക്ക് ഞാൻ എന്നെ മനസ്സുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. അങ്ങനെ സംഭവിച്ച പിന്നെ എന്താ? അങ്കത്തട്ടിൽ ആയുധം എടുക്കില്ല എന്ന് തീരുമാനമെടുത്തവര് പോലും അത് മറന്ന് തലകൾ കൊയ്തിട്ടുണ്ട്. സാഹചര്യം നിർബന്ധിച്ച ചിലപ്പോ ഞാൻ തന്നെ ആയുധം എടുക്കേണ്ടി വരും. എന്തായാലും ചത്ത് തീർന്നിട്ടേ ഞാൻ അവസാനിപ്പിക്കൂ.